ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോഴിറങ്ങുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം ബോറിംഗ് ആണെന്ന് പറയുന്ന ഒരു വ്യക്തി സ്മാർട്ട് ഫോണുകളിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പുതിയൊരു കമ്പനി തുടങ്ങുന്നു. അതിൽ അതിശയിപ്പിക്കുന്ന ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതെ, OnePlus ഫോണിൻ്റെ പഴയ മുതലാളിമാരിൽ ഒരാളായ കോൾപേയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഇന്ന് മാർക്കറ്റിൽ പലവിധ ഫോണുകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അവയിലൊക്കെ സിമിലാരിറ്റീസ് ധാരാളമാണ്. ചൈനക്കാരനായ കോൾപേ ഇന്ന് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള നത്തിങ് കമ്പനി തുടങ്ങുന്നതുവരെയുള്ള എഫേർട്ട് എത്രയുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാലോ. ആദ്യം നത്തിങ് ഇയർ 1 എന്ന പേരിൽ ഒരു ഇയർപോഡാണ് കമ്പനി ഇറക്കിയത്. ഇപ്പോഴിതാ നത്തിങ് ഫോൺ 1 എന്ന പേരിൽ ഒരു ട്രെൻഡിങ് ഫോൺ ഇറക്കി കഴിഞ്ഞു. ഇനി നത്തിങ് ഫോണിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഫോണിന് 6.55 ഇഞ്ച് വലിപ്പമുള്ള ഫുൾ HD+ OLED ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഉണ്ട്. 1200 നിറ്റ്സ് പീക്ക് വരെ ബ്രൈറ്റ്നസ് കിട്ടുന്നതാണ്. കൂടാതെ 120 Hz റിഫ്രഷ് റേറ്റും 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണുള്ളത്. മറ്റ് സ്മാർട്ട് ഫോണുകളിൽ നിന്നും നത്തിങ്ങിനെ വ്യത്യസ്തനാക്കുന്നത് അതിൻ്റെ ഡിസൈനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിന് ട്രാൻസ്പാരൻറ്റ് സ്റ്റൈലാണ് നൽകിയിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈയൊരു വ്യത്യസ്ത ലുക്കിലൂടെ ഇതിൻ്റെ അകത്തുള്ള വയർലെസ് ചാർജിംഗ് കോയിൽ, ഹീറ്റ് പൈപ്പുകൾ എന്നിവയൊക്കെ പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള ഗ്ലിഫ് ഇൻ്റർഫേസ് എന്ന് വിളിക്കുന്ന LED ലൈറ്റ് സ്ട്രിപ്സ് ആണ് പ്രധാന ഹൈലൈറ്റ്. നോട്ടിഫിക്കേഷനുകൾ വരുമ്പോഴും, ഫോൺ വയർലെസ് ആയി ചാർജ് ചെയ്യുമ്പോഴും, മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴും, വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഈയൊരു ലൈറ്റുകൾ പ്രകാശിപ്പിക്കാം. കൂടാതെ ആവശ്യാനുസരണം നമുക്ക് ഓരോ കോണ്ടാക്റ്റിനും വേറെ വേറെ ലൈറ്റുകൾ സെറ്റ് ചെയ്യാനും ഇതിനെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ ലൈറ്റ് നോക്കി ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാം എന്നാണ് പറയപ്പെടുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 778 G+6nm ചിപ്സെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മികച്ച മിഡ് റേഞ്ച് ക്ലാസ്സിലെ ഏറ്റവും ശക്തമായ ചിപ്സെറ്റുകളിൽ ഒന്നാണ് ഇത്. ആൻഡ്രോയിഡ് 12 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. മെമ്മറി വരുന്നത് 8GB RAM 128GB സ്റ്റോറേജ്, 12GB RAM 256GB സ്റ്റോറേജ് ഓപ്ഷനിലാണ്. മെയിൻ ക്യാമറ വരുന്നത് സോണിയുടെ 50 മെഗാപിക്സൽ സെൻസർ ക്യാമറയാണ്. ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഒപ്പം 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിരിക്കുന്നു. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. HDR, പോർട്രേറ്റ് മോഡ്, മാക്രോ മോഡ്, ബൊക്കെ തുടങ്ങിയ ഫീച്ചറൊക്കെ ഇതിന് നൽകിയിട്ടുണ്ട്. ഇനി ബാറ്ററി നോക്കുമ്പോൾ 4500 mAh ബാറ്ററിയാണ് ഇതിന് നൽകിയത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. കൂടാതെ റിവേഴ്സ് ചാർജിങ്, വയർലെസ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ഫോണിനൊപ്പം ചാർജർ നൽകുന്നില്ല എന്നത് ഒരു പോരായ്മ തന്നെയാണ്. അതർ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഡബിൾ സ്റ്റീരിയോ സ്പീക്കർ, ഫിംഗർ പ്രിന്റ് സ്കാനർ, NFC, Type-C USB, അതുപോലെ ബ്ലൂടൂത്ത്, വാട്ടർ റെസിസ്റ്റന്റ് എന്നിവയൊക്കെയാണ്. എന്നാൽ 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. ബ്ലാക്ക്, വൈറ്റ് എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ഏകദേശം 32,999 രൂപയാണ് ഇന്ത്യയിൽ വില വരുന്നത്. UAE-യിൽ 1899 ദിർഹമാണ് വില. ഒരുപക്ഷെ ഈ ഒരു ഫോണിന് പോരായ്മകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും തുടക്കത്തിൽ തന്നെ ആദ്യ മോഡൽ ഇറക്കിയപ്പോൾ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നത്തിങ്ങിന് മറ്റ് സ്മാർട്ട് ഫോൺ കമ്പനികളുടെ കൂടെ മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ആകുമോ എന്ന് കണ്ടറിയാം. അതെ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമുക്കും പിടിച്ചു നിൽക്കേണ്ടതാണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.